ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട്. പക്ഷേ ഇന്ന് വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, 2 ദിവസം മുമ്പ് ഞാൻ ഇതിലൊരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് നമുക്ക് ഒരിക്കലും എന്താ പറയുക, സങ്കടത്തോടെ അല്ലാതെ നമുക്ക് ആ പോസ്റ്റ് വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാരൊന്നും കാണുന്നില്ല എങ്കിലും കാണുന്ന കുറച്ച് ആൾക്കാരിലേക്ക്, എനിക്ക് കുറച്ച് ആൾക്കാർ ഇതൊന്നും അറിയണം, ഇതൊന്നും എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ദയവായി എൻ്റെ വീഡിയോ ഫുള്ള് കേൾക്കുക. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാനിങ്ങനെ ന്യൂസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ന്യൂസ് ഒരിക്കൽ കാണുന്ന സമയത്ത് ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ചികിത്സാ പിഴവിനെ കുറിച്ചുള്ളൊരു വാർത്തയായിരുന്നു. അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റില്ലേ, എൻ്റെ മകൾക്കും ചികിത്സാ പിഴവ് മൂലമാണ് എൻ്റെ മകൾ മരിച്ചത്, എന്നിട്ട് ഇതുവരെയും ഒരു നീതി എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു അച്ഛൻ്റെ ഒരു കമൻറ്റ് കണ്ടു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ശ്രദ്ധിച്ചു. പ്രൊഫൈൽ ശ്രദ്ധിച്ചപ്പോൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് അദ്ദേഹത്തിൻ്റെ മകൾ 22 വയസ്സുള്ള കീർത്തി എന്ന് പറയുന്ന കുട്ടി MBBS പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് കണ്ടുവന്നു. SLCയുടെ റിസൾട്ട് എന്ന ദിവസങ്ങൾ എല്ലാവരും സന്തോഷമാണ്. എൻ്റെ മകൾക്ക് ഫുൾ A+ കിട്ടി, എൻ്റെ മകന് ഫുൾ A+ കിട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിലുണ്ടായിരുന്നത്, എൻ്റെ മകള് 3 വർഷവും MBBS പഠിക്കുന്ന സമയത്ത് ആ 3 വർഷം ഒരു ടെസ്റ്റ് പോലും ഫെയിൽ ആവാതെ വളരെ നല്ല രീതിയിൽ പഠിച്ച മകളായിരുന്നു. ഇന്ന് അവൾ ഡോക്ടർ കീർത്തി ആവേണ്ടവളായിരുന്നു. പക്ഷെ ഇന്ന് ആ കുഞ്ഞ് ജീവനോടെ ഇല്ല. എന്താണ് കാരണം അല്ലേ? മെയ് മാസത്തിലാണ് അത് സംഭവിച്ചത്. മെയ്യിൽ കീർത്തിക്ക് തലവേദനയും ബോധക്ഷയൊക്കെ വരുന്നത്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിലേക്കാണ്. എത്രയോ പേരുകെട്ട ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും, അത്രയും പേരുകെട്ട ഹോസ്പിറ്റലിൽ എത്തിക്കും. എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾക്കൊരു ജോലി കിട്ടണം, നന്നായിട്ട് പഠിക്കണം, ജോലി കിട്ടണം. അതിനുശേഷം ഒരു നല്ല മാരേജ്, നല്ലൊരു കുടുംബജീവിതം വേണം. അതിനുശേഷം മക്കളുണ്ടാകുമ്പോൾ ആ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം, അവർക്ക് നല്ലൊരു ജോലി കൊടുക്കണം. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ കിടന്ന് നെട്ടോട്ടം എല്ലാവരും ഓടുന്നത്. നമ്മൾക്ക് മുന്നേ നമ്മുടെ അച്ഛനമ്മമാരോടി, ഇപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഓടുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന സുനികുമാർ എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ്റെ പോസ്റ്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ കീർത്തി, ആ കുട്ടിക്ക് ശക്തമായ രീതിയിലുള്ള തലവേദനയും ബോധക്ഷയൊക്കെ വരുന്നു. അങ്ങനെ അവർ ആസ്റ്റർ മെഡിസിറ്റിയിൽ മെയ് 2 വരുന്നു. വന്നിട്ട് ഫസ്റ്റ് ന്യൂറോ ഡോക്ടറെ കാണിക്കുന്നു. പക്ഷെ വേണ്ട രീതിയിലുള്ള ടെസ്റ്റുകളൊന്നും നടത്താതെ അദ്ദേഹം പറയുന്നു ആ കുട്ടിക്ക് സൈക്കാട്രിക് പ്രോബ്ലം ആണ്, അതായത് ടെൻഷൻ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ ഐശ്വര്യയ്ക്ക് റെഫർ ചെയ്യുന്നു. അവിടെ തന്നെയുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടർ ഐശ്വര്യ കാണുന്നു. ഡോക്ടർ ഐശ്വര്യം പറയുന്നു ടെൻഷൻ കൊണ്ടുള്ള തലവേദനയാണ്, മാറിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മരുന്നുകൾ കൊടുക്കുന്നു ടെൻഷൻ മാറാൻ. അതിന് ഉറക്കമില്ല, കുട്ടിക്ക് ഉറക്കമില്ല, ഭയങ്കരമായ തലവേദന എടുത്തത് വേദന കൊണ്ടത് പൊളയുകയാണ്. അങ്ങനെ അവിടെ 2-3 ദിവസം കിടന്ന് ഇവർ കൊടുക്കുന്ന മരുന്നൊന്നും കഴിച്ചിട്ടും ആ കുഞ്ഞിന് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളുണ്ടായില്ല. പിന്നെ കാര്യങ്ങൾ വഷളായതോടെ അവർ ജനറൽ മെഡിസിനൽ ഡോക്ടറിനെ കാണിച്ചു, ഡോക്ടർ ഗീതയെ കാണിച്ചതിന് ശേഷം ഒരു കുറവുമില്ലായിരുന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി ഇവരുടെ കയ്യിൽ നിൽക്കില്ല. കാരണം കുട്ടിയുടെ നില ഓരോ ദിവസം വഷളാവാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ അതിനുള്ള സംവിധാനം, ഇവരുടെ സൈക്കാട്രിക് IP ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ റിനൈൻ മെഡിസിറ്റിലേക്ക് കുഞ്ഞിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ലെറ്ററെല്ലാം എഴുതി ആ കുട്ടിയെ റിനൈൻ മെഡിസിറ്റിലേക്ക് വിടുന്നു. റിനൈൻ മെഡിസിറ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ വിവേകിൻ്റെ അണ്ടറിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അവിടെ ചെന്ന ദിവസം അവരെന്തോ ഉറങ്ങാനുള്ള ഒരു മരുന്ന് കൊടുത്തു. 4 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഉറങ്ങി. കാരണം 3-4 ദിവസമായിട്ട് അവൾ ഉറങ്ങുന്നില്ല, വേദന കാരണം അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അവളൊന്നും ഉറങ്ങി. അവളുടെ ഒപ്പം തന്നെ ഈ മാതാപിതാക്കളും കിടന്നു. കാരണം മകളുടെ ഈ വേദന കണ്ടാൽ അവർക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ അവരും ഉറക്കമൊഴിച്ച് തന്നെയാണ് ഇത്ര ദിവസം അവരും ഒന്നും മയങ്ങി. അതിനുശേഷം അച്ഛൻ കുഞ്ഞിനെ തൊട്ടപ്പോഴാണ് മനസ്സിലായത് അവളുടെ ബോഡി ഫുള്ള് മരവിച്ച് വന്നു. ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളു പെടഞ്ഞിട്ടാട്ടോ പറയുന്നത്. കാരണം നമ്മൾ ഇത് ഏതോ ഒരു സുനികുമാർ എവിടെയോ കൊടുക്കണം, അതായത് എനിക്ക് പരിചയം പോലും ഇല്ല. അല്ലെങ്കിൽ ആ കല എന്ന് പറയുന്ന അമ്മ, എനിക്ക് അവരെ അറിയില്ല. ഞാൻ അവരുടെ ഫോട്ടോസ് കണ്ടു. ഞാൻ അവരുടെ പ്രൊഫൈൽ കയറുമ്പോൾ നമ്മൾ ഫോട്ടോസ് കാണുന്നില്ല. അതെനിക്ക് അവരെ അറിയ പോലും ഇല്ല. പക്ഷേ ആ മകളെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നു എനിക്കും മക്കളുണ്ട്. ഞാനും ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുക, വലുതാക്കുക, നല്ല ജോലി, അതല്ല എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതുപോലത്തെ ഒരു അച്ഛനും അമ്മയും അല്ലേ അവരും. ആ കുഞ്ഞിനെ തൊട്ടപ്പോൾ, ആ മകളെ തൊട്ടപ്പോൾ അവളുടെ ബോഡി തണുത്ത് മരവിച്ച് കിടക്കുന്നു. ഇങ്ങനെ ഒരു സിസ്റ്ററിനെയൊക്കെ വിളിക്കുന്നു. അവർ വന്ന് നോക്കുമ്പോഴും തണുത്ത് മരവിച്ചെടുക്കുന്നു. ആ ബോഡിയിൽ വീണ്ടും CPR കാര്യങ്ങളും കൊടുത്ത് അതിന് വരെ ബില്ലിട്ടു എന്നാണ് പറയുന്നത് റിനൈൻ മെഡിസിറ്റിയിൽ. എന്നിട്ട് അപ്പോൾ ഈ 2 ഹോസ്പിറ്റൽ നമ്മൾക്കറിയാം, പേരിട്ട ഹോസ്പിറ്റലാണ്. എനിക്ക് ഈ ഹോസ്പിറ്റലായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു വിദ്വേഷമോ ഒന്നും തന്നെയില്ല. പക്ഷേ ഈ റിനൈൻ മെഡിസിറ്റിലെയും ആസ്റ്റർ മെഡിസിറ്റിലെയും ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ ഈ സുനികുമാർ പുരുഷോത്തമൻ എന്ന് പറയുന്ന അച്ഛൻ്റെ പ്രൊഫൈൽ ഒന്ന് കയറി നോക്കൂ. എല്ലാവരും ഫേസ്ബുക്കിൽ കിടന്ന് തോണ്ടി കളിക്കുന്നവരല്ലേ, നിങ്ങളൊന്ന് കയറി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, വിഷമം എന്താണെന്ന്.
അതിനുശേഷം ഈ മരിച്ച ബോഡിയിൽ CPR ഒക്കെ കൊടുക്കുന്നു, അതിനും ബില്ലിട്ടു. അതെല്ലാം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ആ കുഞ്ഞ് മരിച്ചത് തലച്ചോറിൽ ഇൻഫെക്ഷൻ കാരണമാണ്. തലച്ചോറിലുള്ള ഇൻഫെക്ഷനുള്ള ഒരാൾക്ക്, തലവേദന എടുത്ത് പൊളയുന്ന ഒരാൾക്ക് പെയിൻ കില്ലേഴ്സ് കൊടുക്കുന്നു, ഉറങ്ങാൻ വേണ്ടി ഉറക്കഗുളി കൊടുക്കുന്നു. അതാണോ ട്രീറ്റ്മെൻറ്റ്? വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ആ കുട്ടി മരണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിഞ്ഞു. അതിനുശേഷം ആരോഗ്യ വകുപ്പും സമ്മതിച്ചു ചികിത്സാ പിഴവ് മൂലമാണ് കുഞ്ഞ് മരണപ്പെട്ടതെന്ന്. പക്ഷേ ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയില്ല, പോലീസിനെ നടപടിയെടുക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പോലീസ് നടപടി എടുത്തില്ലേ? ഇതുവരെയും അദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടില്ല. ഇന്നും അദ്ദേഹം അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലാണ്. അദ്ദേഹം പറയുന്നത്, എൻ്റെ മരണം വരെ, എൻ്റെ മകളെ കൊല ചെയ്തവരെ ഒരു നിയമം, അതായത് എനിക്ക് നീതി കിട്ടുന്നവരെ ഞാൻ പോരാടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ എന്തിനു വേണ്ടിയാണ്? അതായത് ഒരു ഹെൽമെറ്റ് തലയിൽ വെച്ചിട്ടില്ല, അയ്യോ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പുറകെ ഓടിച്ചിട്ട് പിടിക്കുന്നു. അല്ലെങ്കിൽ ഒരു സിഗ്നൽ എത്തിയപ്പോൾ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി, അപ്പം നമുക്ക് മൊബൈൽ മെസ്സേജ് വരെയും ഫൈനും ഒക്കെ വരും, കറക്റ്റ് ഓൺ ദ സ്പോട്ടിൽ വരുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള മരണങ്ങൾക്ക് ഒരു വിലയില്ലേ? ഇതൊരു പേപ്പറോ പെൻസിലോ ഒന്നുമല്ല താഴെ വീണ് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞ് പുതിയത് വാങ്ങിക്കൊടുക്കാൻ. ഒരു മനുഷ്യനാണ്, അവരുടെ ആ അച്ഛൻ്റെയും അമ്മയുടെയും വലിയൊരു പ്രതീക്ഷയായിരുന്നു ആ മകള്. അവരുടെ ജീവിതമാണ് ഇല്ലാതെയായത്. അവരെന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? ആ മകൾക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത്. ആ കുട്ടി എത്ര പ്രതീക്ഷകളോടെ ആയിരിക്കാം പഠിച്ചത്. 3 വർഷവും ഒരു സപ്ലി പോലും ഇല്ലാതെ പാസ്സാകുമെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല, അത് വലിയൊരു കാര്യമാണ്. ഞാനും ഒരു മെഡിക്കൽ പ്രൊഫഷൻ പഠിച്ച ഒരാളായതുകൊണ്ട് തന്നെ അത് എത്രമാത്രം കടമ്പകൾ കടക്കാനുണ്ട്, എന്തോരം പഠിക്കാനുണ്ടെന്നൊക്കെ എനിക്കും അറിയാം. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, നിങ്ങൾക്ക് സന്തോഷിക്കുന്നില്ല? എൻ്റെ മക്കൾക്ക് അത് കിട്ടി, എൻ്റെ മക്കൾ പാസ്സായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു സന്തോഷമില്ലേ? അതുപോലെ ആ 3 വർഷം ആ കുട്ടി പഠിച്ചു, പാസ്സായി വന്നു. ഈ ഒരു തലച്ചോറിൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് വേണ്ട രീതിയിലുള്ള മരുന്ന് കിട്ടാതെയല്ല കുഞ്ഞു മരിച്ചത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് നീതി കിട്ടട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. പക്ഷെ എപ്പോൾ നീതി കിട്ടും, എന്ന് കിട്ടും? അവരും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ മരണം വരെ പോരാടാൻ പറ്റും. പിന്നെ ആരതിൻ്റെ പിറകിലിറങ്ങും? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾക്ക് ഞാൻ കുറേ കുറേ പോസ്റ്റുകൾ, കുറേ കമൻറ്റുകളൊക്കെ കണ്ടു സപ്പോർട്ട് ചെയ്യുന്നു. ശരിയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. മനസാക്ഷിയുള്ളവർ, നാളെ ഇത് ഇന്ന് അവർക്ക്, നാളെ നമ്മൾക്കാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ആ ഒരു സപ്പോർട്ട് മാത്രം പോരാ. എന്തുകൊണ്ടാണ് അധികാരികൾ കണ്ണു തുറക്കാത്തത്? ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ള ചികിത്സാ പിഴവിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡെയിലി നടക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽ ആൾക്കാരും, എല്ലാ നേഴ്സുമാരായിക്കോട്ടെ, എല്ലാവരും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും സ്വന്തം മനസാക്ഷിയോടെ പെരുമാറുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ചില ആൾക്കാർ എവിടേക്കോ എപ്പോഴേക്കോ പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പഠിച്ചു, അപ്പോൾ നമുക്ക് ആ ഒരു പണം തിരിച്ചു കിട്ടണം എന്ന് മാത്രം കരുതി ജീവിക്കുന്നവരുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ 2 ഹോസ്പിറ്റൽ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ ആ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കണം. നിങ്ങളത് നോക്കണം, എന്നാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരാളെ അച്ഛൻ വെടിവെച്ച് കൊന്ന് ജയിലിൽ പോയി. ഈ അച്ഛൻ അങ്ങനെ ഹോസ്പിറ്റലിൽ ബോംബിട്ട് തകർക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആൾക്കാർ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയൊന്നുമല്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന നിയമപരമായി പോരാടുക എന്നുള്ളതാണ്. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? അധികാരികളാണ്. ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്ന ഡോക്ടേഴ്സ് എല്ലാം തന്നെ എപ്പോഴും മോശമായിരിക്കില്ല. അവർ ഒരുപാട് ആൾക്കാരെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതല്ലല്ലോ, ഒരു പിഴവാണെങ്കിലും അത് പിഴവ് തന്നെയല്ലേ? എന്നിട്ട് വീണ്ടും അവർക്ക് അവരുടെ തെറ്റിനുള്ള ഒരു ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അവർ അത് വീണ്ടും ആവർത്തിക്കുകയല്ലേ ഉള്ളൂ. നമ്മൾ ശരിക്കും ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ ദൈവത്തെ പോലെയാണ് കാണുന്നത്. കാരണം ഒരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവരെന്താണോ പറയുന്നത് അതാണ് നമുക്ക് വേദവാക്യം, അല്ലേ? ഇപ്പം മരിച്ചത് കൊണ്ട് അറിഞ്ഞു, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അറിഞ്ഞു, പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് റിപ്പോർട്ട് വന്നു, തലച്ചോറിൽ ഇൻഫെക്ഷൻ ആണെന്നൊക്കെ കണ്ടെത്തിയത് കൊണ്ട്. പിന്നെ എന്തൊക്കെ മരുന്നാണ് കൊടുത്തത്? പെയിൻ കില്ലേഴ്സാണ് കൊടുത്തത്, അൽപ്രാക്സ് കൊടുത്തത്. അൽപ്രാക്സ് എന്തിനാണ്? ഉറക്കത്തിനുള്ള ഗുളികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൊടുത്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട്. ഇതൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ചിലപ്പോൾ ചികിത്സപ്പെടുന്ന ആന്തരികങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മൾ അറിയുന്നുണ്ടോ? അത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ എത്ര ആൾക്കാർക്കാണ്. ഒരു കുട്ടിക്കും ഇതുപോലെ തന്നെ ശരീരത്തിന് കൈകാലുകളൊക്കെ തളർന്നു പോയൊരവസ്ഥ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 10 വിരലുകൾ, ആ യുവതിയുടെ 10 വിരലുകളും മുറിച്ചു മാറ്റപ്പെടേണ്ടി വന്നു. അപ്പോൾ അവരുടെ അവസ്ഥ, അവർ നാളെ എങ്ങനെയാണ് ജോലി എടുത്ത് ജീവിക്കുക? നമുക്ക് വിരലുകളില്ലാണ്ട് എങ്ങനെയാണ് ജീവിക്കുക? അപ്പം ഇങ്ങനെ ഓരോ കാരണങ്ങൾ, ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് വരുന്നത് അവരുടെ ജീവിതമല്ല ഇല്ലാതാക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുകയോ ഒന്നല്ല, ഒരാളെങ്കിലും ആ ഒരാൾ കാണുമ്പോൾ നിങ്ങൾ അറിയണം. നിങ്ങൾ ആ പ്രൊഫൈലിൽ കയറി നോക്കണം. ഞാൻ പറയുന്നത്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അച്ഛനും അമ്മയ്ക്കും സർവേശ്വരൻ മനഃശക്തി കൊടുക്കട്ടെ ഇതൊക്കെ താങ്ങാൻ. കാരണം നമ്മൾക്ക് ഊണിലും ഉറക്കത്തിലും ആ ഒരു ചിന്തയാണ് അവർക്ക്. എനിക്കറിയാം, അവരുടെ പ്രൊഫൈൽ കാണുമ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയും.
കാരണം ഞാനും ഒരു അമ്മയാണ്, എനിക്കും മക്കളുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്കാണ് ഒരു പനിയോ ചെറിയൊരു തുമ്മലൊക്കെ വന്നാൽ എനിക്ക് എത്ര വിഷമമുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒരു കാര്യമാണോ നടന്നിരിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സർവേശ്വരൻ മനഃശക്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നീതി കിട്ടണം. ഇനി അഥവാ ഡോക്ടേഴ്സുമായി അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് എല്ലാം പ്രൂവ് ചെയ്യട്ടെ, ഇത്രയും കേസും കാര്യങ്ങളായിട്ട് നടക്കുന്നത് അവർ പ്രൂവ് ചെയ്യട്ടെ ഇത് അങ്ങനെയല്ല സംഭവിച്ചത്, ഞങ്ങളുടെ ചികിത്സാ പിഴവ് കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രൂവ് ചെയ്യട്ടെ. അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? പിന്നെ ഈ അച്ഛനെ അധികാരികളോട് നമുക്ക് പറയാനുള്ളത്, ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കാണെന്ന് ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സത്യത്തിൻ്റെ കൂടെ നിൽക്കാനേ കഴിയും. എന്താണെങ്കിലും ആർക്കും തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അതുപോലെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ICU ആംബുലൻസ് ഇത് മെഡിക്കൽ ടീമാണ് പോകേണ്ടത്. ഞാനും അങ്ങനെ മെഡിക്കൽ ടീമിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ മകളെ കീർത്തി എന്ന് പറയുന്ന കുട്ടിയെ ആസ്ട്ര മെഡിസിറ്റിൽ നിന്ന് ഇവർ റീനയിലേക്ക് റെഫർ ചെയ്തപ്പോൾ ICU ആംബുലൻസ് പോലും കൊടുക്കാതെയാണ് വിട്ടതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ICU ആംബുലൻസിൽ വിത്ത് മെഡിക്കൽ ടീമായിട്ട് പോകേണ്ട സ്ഥലത്ത് അങ്ങനെ ഒന്നും വിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല എന്താണെന്ന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി നീതി കിട്ടട്ടെ. അവർക്ക് ഇത് താങ്ങാനുള്ള മനഃശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം പറയാൻ പറ്റൂ. പക്ഷെ എന്താണെങ്കിലും ആ പ്രൊഫൈലൊന്നും നിങ്ങൾ കാണണം. കാരണം എനിക്കിത് വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ, എന്നെക്കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നാലാളിലേക്ക് അറിയിക്കാൻ എനിക്ക് പറ്റും. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളെല്ലാം ചോദ്യം ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അവർ പറയുന്ന കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അവർ തരുന്ന മരുന്ന് കഴിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു വിശ്വാസം, അതെന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയില്ല. ചില സമയത്തുള്ള അവരുടെ ആ ഒരു കൈപ്പിഴവ് മൂലം സംഭവിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അച്ഛനെയും അമ്മയെയും വീണ്ടും ഞാൻ പറയുന്നത്, സുനികുമാർ എന്ന് പറയുന്ന അച്ഛനെയും ആ കല എന്ന് പറയുന്ന അമ്മയെയും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞത് വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, സത്യമായിട്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്താണെങ്കിലും ദൈവം അവർക്ക് മനഃശക്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.